പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടായോ? ഇതൊക്കെ കണ്ടിട്ട് നിനക്കും ഒന്ന് ഡാൻസ് കളിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? അയ്യോ ചേച്ചി, ഞാൻ ഏതാ അവള്? കണ്ടാൽ അറിയില്ലേ, ഏതൊരു പട്ടിക്കാട്ടുകാരിയാ. അവള് നമ്മളെ കാണിച്ചു കൊടുക്കുന്ന എന്റെ പേടി. ഇത് ചന്തയാണെന്നാണോ അവളുമാരുടെ വിചാരം? എല്ലാത്തിനെയും നെഗളിപ്പ് ഞാൻ ഇന്നത്തോട് തീർത്തു കൊടുക്കുന്നുണ്ട്. എവിടെയാ വിളിച്ചിരിക്കുന്നത് എല്ലാവളുമാരും? അതെനിക്കറിയില്ല. CCTV വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാരും ഓടി. അവർ CCTV എന്ന് പറഞ്ഞോ? നമ്മുടെ മെക്കിട്ട് കയറാൻ സിസ്ലി ചേച്ചിക്ക് ഒരു കാരണം കൂടി കിട്ടി. ആ പട്ടിക്കാട്ടുകാരി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വേണ്ട സമയം. ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്റെ അടുത്ത് വരുന്നതാ എല്ലാവർക്കും നല്ലത്. വരാനല്ലേ പറഞ്ഞത്? തലതെറിച്ചവളുമാര് കൊറേണ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തോന്നിയാസം ഒന്നും സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? എടി കുഴപ്പാവോ? അവരെവിടെ കിടന്ന് തൊള്ള തീർക്കട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ശരി, വരണ്ട. എന്നോടല്ലേ നിങ്ങൾ ഈ അനുസരണക്കേട് കാണിക്കൂ. ഞാൻ ഈ കാര്യം വാർഡനെ വിളിച്ച് അറിയിക്കാൻ പോവാ. നിങ്ങൾക്കുള്ളതേ വാർഡൻ തന്നോളൂ. വാ. DJ ലൈറ്റും ചെവി തുളച്ചു കയറുന്ന മ്യൂസിക്കും. നിങ്ങൾക്കിവിടെ അക്കോമഡേഷൻ തന്നപ്പോ മാഡം നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ മാത്രമല്ല, വേറെയും പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. ഞാൻ മാഡത്തെ വിളിച്ച് അറിയിക്കാൻ പോവാ ഇപ്പൊ തന്നെ. സിസ്ലി ചേച്ചി, ചേച്ചി മാഡത്തെ വിളിച്ച് അറിയിച്ചോ? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മാഡത്തോട് പറയുമ്പോ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടതേ മുക്തയാണെന്നും കൂടി പറയണം. മുക്തയോ? എന്താ ചേച്ചിക്ക് വിശ്വാസം വരുന്നില്ലേ? സംശയം ഉണ്ടെങ്കിൽ മുക്തയോട് തന്നെ ചോദിച്ചു നോക്ക്. ആ ശരി ശരി, എല്ലാവരും അവരവരുടെ റൂമിലേക്ക് ചെല്ല്. ഇനി നാളെ ആവാൻ ബാക്കി. നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നേ? വാ, റൂം കാണിച്ചു തരാം. മോളെ, മോളെ മുക്ത.